ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാനായിലെ കല്യാണ വീട്ടിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടോ? 6 കൽഭരണികൾ. ഇതെന്തിനുള്ള കൽഭരണികളാണെന്ന് ഓർക്കുന്നുണ്ടോ? യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ. പ്രിയമുള്ളവരെ, ബൈബിളിൻ്റെ സംഖ്യാശാസ്ത്രം അനുസരിച്ച് 7 പൂർണ്ണതയുടെ സംഖ്യ. അപ്പോൾ 6 എന്താണ്? അപൂർണതയാണ്. അപ്പോൾ എന്താണ് അപൂർണം? യഹൂദരുടെ ശുദ്ധീകരണ കർമ്മം അപൂർണമാണ്. പൂർണ്ണമാകണമെങ്കിൽ എന്തു സംഭവിക്കണം? 7 തികയണം. 7ാമത്തെ കൽഭരണി വരണം. ഏതാണ് പൂർണ്ണത സംഭവിക്കുന്ന, ഏതാണ് പൂർണ്ണത സമ്മാനിക്കുന്ന, ശുദ്ധീകരണ കർമ്മത്തെ പൂർണ്ണമാക്കുന്ന 7ാമത്തെ കൽഭരണി? പ്രിയമുള്ളവരെ, 7ാമത്തെ കൽഭരണിയാണ് ഈശോ തമ്പുരാൻ്റെ തിരുനെഞ്ച്. ആ പടയാളിയോട് നമുക്ക് നന്ദി പറയണം. കാൽവരിയുടെ നെറുകയിൽ അവൻ നമുക്കായി കുത്തി തുറന്നു തന്നത് 7ാമത്തെ കൽഭരണിയാണ്. അന്ന് ഈശോയുടെ ചങ്കിൽ നിന്ന് ഒഴുകിയിറങ്ങിയ പരിശുദ്ധ ചോരയും പരിശുദ്ധ ജലവുമാണ് യഥാർത്ഥ ശുദ്ധീകരണ കർമ്മത്തിനുള്ള മാർഗങ്ങൾ. അന്നൊഴുകിയിറങ്ങിയ പരിശുദ്ധ ചോരയാണ് സഭയിലെ അമൂല്യ സമ്പത്തായ പരിശുദ്ധ കുർബാന. അന്നൊഴുകിയിറങ്ങിയ പരിശുദ്ധ ജലമാണ് സഭയെ സദാ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, കാൽവരിയിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും എന്ന ഈ കാൽവരിയുടെ ദാനങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കണം. നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ആമേൻ.